സീഷൻ അലിയുടെ ഈ സോങ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പ്രണയമേ, നീ എന്നെ മുഴുവനായിട്ട് തകർത്ത് കളഞ്ഞല്ലോ. ഞാൻ ആരെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അവരെന്നെ തിരിഞ്ഞുപോലും നോക്കാതെ പോവുകയാണല്ലോ. ഈ പാട്ടിലുടനീളം കുറ്റപ്പെടുത്തുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പ്രണയിനെ അല്ല, പ്രണയത്തിനെ, ഇഷ്കിനെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. തിരിച്ചു കിട്ടാത്ത പ്രണയത്തിനെ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു സോങ്. ഇതിൽ ഒരുപാട് നല്ല വരികളുണ്ട്. ഞാൻ ശ്വാസം എടുക്കുന്നതിലേറെ കൂടുതൽ നിന്നെയാണ് ആലോചിച്ചിരുന്നത്. എന്റെ പ്രാർത്ഥനകളിലെല്ലാം നീയായിരുന്നു. പക്ഷെ വിധി നമ്മളെ ഒന്നിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള 2-3 വരികൾ കൂടിയുണ്ട്. ഡെസ്റ്റിനേഷൻ അല്ല പ്രധാനം, ജേണിയാണ് പ്രധാനം എന്ന് എനിക്കറിയാം. പക്ഷെ ആ വഴിയിൽ ഞാൻ വീണു പോയപ്പോൾ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരും വന്നില്ലല്ലോ. സ്നേഹിക്കപ്പെടുക എന്നുള്ള ജേണിയും അതിന്റെ കോൺസിക്വൻസസ്. ലോകത്ത് ഇന്നേ വരെ പ്രണയിച്ചിട്ട് സാഫല്യമാകാത്ത എല്ലാവരെയും ഈ വരികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രണയമേ, നീ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ നോക്കുന്നില്ല, ജാതിയില്ല, മതമില്ല, എല്ലാവരെയും നീ ഇഷ്കിൽ സങ്കടപ്പെടുത്തുകയാണല്ലോ. ഈ വരിയിലൂടെ ലൈല മജ്നു, ഹീർ രാഞ്ച, ഈ റെഫറൻസസ് നമ്മൾ ഒരുപാട് ലവ് സോങ്സിൽ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ പാട്ടിൽ അതിന് വേറൊരു ഡയമെൻഷനാണ് തരുന്നത്. അത് ഹീറിനെ തേടി നടന്ന രാഞ്ചയെ ഉണ്ടാക്കിയത്, കൈസിനെ മജ്നു ആക്കിയത് നീ തന്നെയല്ലേ അതിന് കാരണം. ഇഷ്കിനെയാണ് കുറ്റം പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് വീണ്ടും പറയുന്നുണ്ട്, പ്രണയമേ, നീ എന്നെ മുഴുവനായിട്ട് തകർത്ത് കളഞ്ഞല്ലോ.